ആ രാജേഷേ, നിന്നെ അന്വേഷിച്ച് വരികയായിരുന്നു ഞാൻ. വോട്ട് ചെയ്യാൻ കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട ഏട്ടാ, വോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാ. പക്ഷേ എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിച്ചാ അതെ, അതെ, ഫോണിലല്ലാത്ത ഒരു ലോകം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? എന്താണേ കണ്ണിന്റെ മുന്നിലുള്ള എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഉണ്ട്. നിന്റെ മുഖത്ത് നോക്കിയല്ലേ ഞാൻ വർത്താനം പറയണേ. ഓ, അപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാണാതിരിക്കാൻ നീ നിഴലൊന്നുമല്ലോ, എനിക്ക് നിന്നെ കാണാം. എന്തെങ്കിലും പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ടോ? എന്താ നിന്റെ പ്രശ്നം? വോട്ട് ചെയ്യാൻ പോകാൻ നേരായി, അവിടെ തിരക്ക് കുറവാന്ന് BLO വിളിച്ച് പറഞ്ഞു. ഇത് എന്റെ പുതിയ ചുരിദാറാണ്. എത്ര നേരമായി ഇത് ഇട്ടോണ്ട് ഞാൻ ഈ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലോ ഞാൻ ഇട്ടേക്കുന്ന പുതിയ ചുരിദാറാണ്. ഇപ്പൊ മനസ്സിലായിട്ട് ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. സെറ്റ്, അടിപൊളി. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചു. എടി ഞാൻ ശ്രദ്ധിച്ചില്ല, ക്ഷമി. എങ്ങനെ ശ്രദ്ധിക്കും? അതിന് നേരമില്ലല്ലോ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ട പെണ്ണുങ്ങള് വോട്ട് ചെയ്തതിന്റെ പടം ഇടും. അതിന് ലൈക്കും കമന്റും കൊടുത്ത ശേഷേ സ്വന്തം ഭാര്യയുടെ കാര്യം നോക്കാൻ നേരമുണ്ടോ? എടി ഇപ്പൊ ഞാൻ കണ്ടില്ലേ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ നിന്റെ പ്രശ്നം? പിന്നെ ഞാൻ ഈ നോക്കിയത് കണ്ട അവളുകളൊന്നും അല്ല, എന്റെ മാനേജറുടെ പട അവരിട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ലീവ് ചോദിക്കുമ്പം അവര് വേണ്ട തരാൻ, അതുകൊണ്ടാടി. അതിന്റെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അടിപൊളി, സെറ്റ്, സൂപ്പർ, ഗംഭീരം. ഗംഭീരം പോലും. ഇതിന്റെ കളർ എനിക്ക് ചേരുന്നുണ്ടോ? ഇതിന്റെ സ്റ്റിച്ചിങ്, ഇതിന്റെ വർക്ക്, ഇത് നല്ലതാണോ? ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോ കൂടുതൽ ഭംഗി തോന്നുന്നുണ്ടോ? ഇതെനിക്ക് മാച്ചാണോ? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അത് പോട്ടെ, ഇത് ഇട്ടിട്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 4 പേര് നോക്കുന്നെങ്കിലും ഒന്ന് പറഞ്ഞോ? അതെങ്ങനെയാ? നിങ്ങൾക്ക് നേരമില്ലല്ലോ, നിങ്ങളുടെ വായിൽ ഒതളഞ്ഞ കുത്തി വെച്ചേക്കുമല്ലേ. എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ നന്നായിട്ടുണ്ട്, ഗംഭീരം, അത് വേണം. എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, ഞാൻ മനോഹരം ഈ കാഴ്ച, എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, സൗന്ദര്യം വിഴിഞ്ഞൊഴുകുന്നു. വോട്ട് ചെയ്യാൻ വരുന്ന മറ്റു സ്ത്രീകളും പുരുഷന്മാരും അവരെന്തിനു വന്നു എന്ന് മനസ്സിലാക്കാതെ നിന്റെ സൗന്ദര്യത്തിൽ മതിമയങ്ങി മതോലസയായി. മതി, നിർത്ത. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ടേ ഇത്രയും പ്രശംസകൾ തന്നോ? നന്ദി. എടി മറ്റവളെ, നിനക്ക് ഇത് എന്തിന്റെ സൂക്കേടാ? വെറുതെ എന്തിനാ എന്റെ രംഗത്തേക്ക് കയറണേ ലഹള ഉണ്ടാക്കാനായിട്ട്? ഞാൻ പറഞ്ഞില്ല അമ്മയുണ്ടെന്ന്. മനുഷ്യ, അംഗീകാരങ്ങൾ തേടി വരണം, പുകഴ്ത്തലുകൾ ഉള്ളീന്ന് വരണം. അല്ലാണ്ട് എന്നെ പോലെ ചോദിച്ചു വാങ്ങുകയല്ല വേണ്ടത്. ശരി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഓഹോ, അംഗീകരിക്കാനും പുകഴ്ത്താനും ഉള്ള ആളില്ല ഞാൻ. കൊള്ളാം. അങ്ങനെ ഞാൻ എപ്പോഴാണ് മറ്റവളെ പറഞ്ഞത്? ഓ, പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ അത്ര പൊട്ടിയൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കോപ്പൻ? കോപ്പ്, നിങ്ങൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഇപ്പൊ ഞാൻ വെറും അടുക്കളക്കാരി. ഓ എന്റെ പൊന്നടി, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, അവരെന്റെ മാനേജരാന്നേ, അവര് വേണം എനിക്ക് ലീവ് അനുവദിക്കാൻ. അതിനാണ് ഞാൻ ലൈക്ക് അടിച്ചത്. നീയാണ് എന്റെ മനസ്സ് മുഴുവൻ, നീയാണ് എന്റെ ലോകം. നിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ശ്രദ്ധയുള്ളൂ, നിന്റെ കാര്യത്തിൽ മാത്രം. ശ്രദ്ധ ഉണ്ടെന്നൊരു നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ട, അതാണ് സത്യം. ഇല്ലടി, എന്റെ മനസ്സ് മുഴുവൻ നീ ആടി, ഈ ഹൃദയം മുഴുവൻ നിനക്കാടി. എടി മനസ്സിലിരുന്നാ പോരാ, ഇടയ്ക്കിടയ്ക്ക് വായിലൂടെ അത് പുറത്തോട്ട് വരണം. ദേഷ്യം തോന്നുമ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ ആ നാക്കിന് നല്ല നീളം ഉണ്ടല്ലോ. എന്റെ പുതിയ ചുരിദാറിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് നേരമില്ല. ഇതിനാണ് നാഴി എടുത്ത് വെയിലത്ത് വെക്കാന്ന് പറയണേ. ഒരു കാര്യമില്ലാണ് ചുമ്മാ വഴക്കണ്ടാക്കൊണ്ടിരിക്കുക.